കല്യാണത്തിൻ്റെ തലേദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ സാറിനോട് ബായൊക്കെ പറഞ്ഞ് എന്നാൽ നാളെ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു. നാളെ രാവിലെ മലമ്പുഴ ട്രിപ്പൻ്റെയിലാണ് പ്രോഗ്രാം ഇട്ടാ. രാവിലെയായി ഞങ്ങൾ എണീറ്റ് ഒരുക്കപ്പാടൊക്കെ കഴിഞ്ഞ് മലമ്പുഴയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡാം കഴിഞ്ഞിട്ട് വരുന്ന റിസോർട്ടുകളിലാണ് പരിപാടി. 2 റിസോർട്ടുകളിലായിട്ടാണ് പരിപാടി വെച്ചിരിക്കുന്നത്. ഒന്ന് ഗോവർദ്ധനും ഒന്ന് ട്രിപ്പൻ്റെയിലേക്കും. ഞങ്ങൾ നേരെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രിപ്പൻ്റെയിലാണ്. അപ്പം നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്ന ഈ റിസോർട്ടുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇതാ മലമ്പുഴ ഡാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നൂൽപ്പാലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഡാമിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടിയാണ് പോണത്. അപ്പോൾ ആ നൂൽപ്പാലവും അതൊക്കെ കണ്ട് ഞങ്ങളിതാ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതാ കുറേ പേര് കണ്ടോ, ഡാമിൻ്റെ ഐറ്റംസുകൾ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളങ്ങനെ പോയി ട്രിപ്പൻ്റെയിലെത്തി. ആ കാണുന്നത് നമ്മുടെ ട്രിപ്പൻ്റെ റിസോർട്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കുള്ളതൊക്കെ. അപ്പോൾ ഞങ്ങളവിടെ എത്തി കഴിഞ്ഞപ്പോൾ തന്നെ റിസപ്ഷനിൽ റൂമൊക്കെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇതാ അവിടെ സ്വിമ്മിങ് പൂള് സെറ്റപ്പ് റിസോർട്ടാണ്. സുബുര അത് കണ്ടിട്ട് തുടങ്ങി ഞാൻ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു നമുക്ക് പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അതിനുള്ള ഫംഗ്ഷനുള്ള പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ 2 പേർക്കും സ്വിമ്മിങ് പൂള് കണ്ടതിൻ്റെ ത്രില്ലിലാണ് 2 പേര് നിൽക്കണേ. അപ്പോൾ അതായത് കൽക്കട്ടയിലെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ നീലാൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ് ഇവർ 2 പേരും. അപ്പോൾ ഹൽദിയാണ് ആദ്യം. അപ്പോൾ അതിനുള്ള റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം അവിടുത്തെ റിസോർട്ടിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് നേരം കണ്ടു. അപ്പോഴേക്കും റൂം റെഡിയായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ബ്രൈഡും ഗ്രൂമും കൂടിയിട്ട് ഫോട്ടോഷൂട്ടാണ് അവിടെ. അവർ ഹൽദിക്കുള്ള ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും ഒരു അറ്റയർ. ഞങ്ങൾ റൂമിലോട്ട് പോയി. അപ്പോൾ റൂമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റൂമായിരുന്നു. അവരുടെ റൂം സർവീസും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് ഓരോ കാര്യങ്ങളും അവിടെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അവിടെ ചായക്കുള്ള അതുപോലെ കോഫി അതുപോലെ ഷുഗർ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് നോക്കുക. കോമ്പൊക്കെ നമുക്ക് തന്നു കേട്ടോ അവിടെ നിന്ന്. കോമ്പ് അതുപോലെ കോഫി ടീ ഐറ്റംസ് അതുപോലെ 2 പുതിയ ഗ്ലാസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കെറ്റിൽ വെള്ളം ചൂടാക്കി ചായ വയ്ക്കാനൊക്കെ ആയിട്ടുള്ള കെറ്റിലും സെറ്റപ്പും അതുപോലെ അത് കഴിഞ്ഞ് വലിയൊരു മെനു കാർഡൊക്കെ ഉണ്ടായിരുന്നു. ട്രിപ്പൻ്റെയിലും മെയിൻ ഐറ്റംസ് ഫുള്ളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കുറേ വായിച്ചു, കുറേ നോക്കി. ഒരാൾ അവിടെ ഇരുന്നിട്ട് ടോയ്ലറ്റൊക്കെ നോക്കുകയാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്, നല്ല സെറ്റപ്പായിട്ടുള്ള ടവലും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ഷാമ്പു 2 കണ്ടീഷണറൊക്കെ അവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. സോപ്പ് ബ്രഷ് എല്ലാം അവിടെ അവൈലബിൾ ആണ് നമുക്ക്. ഷവർ കാര്യങ്ങൾ എല്ലാം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഒരാൾക്ക് ഭയങ്കര ക്ഷീണം വന്നു, നേരെ വന്ന് കിടക്കുകയാണ് ബെഡിൽ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കണ്ടു വാൾഡ്രോബിൽ പോയി കിടക്കണ കണ്ടു. അവൻ്റെ കട്ടിൽ അതാണെന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ കുട്ടി ഫ്രിഡ്ജ് കണ്ടത് കേട്ടോ. കുട്ടി ഫ്രിഡ്ജ് ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ റൂമൊക്കെ കണ്ടു. പിന്നെ നേരെ ഗോവർദ്ധനയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വണ്ടി വന്നിട്ട് ഞങ്ങൾ ഗോവർദ്ധന തൊട്ടടുത്തുള്ളൊരു റിസോർട്ടിലായിരുന്നു ഹൽദി ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ഡ്രിങ്കും അതുപോലെ തന്നെ സ്റ്റാർട്ടറൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വെൽക്കം ഡ്രിങ്ക് ജ്യൂസും ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, കരിക്കായിരുന്നു ഇവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായതാണ് സ്റ്റാർട്ടർ കേട്ടോ. നല്ല ടേസ്റ്റിലൊരു ചിക്കൻ ലോലിപോപ്പും സോസും. പിന്നെ മെയിൻ ഐറ്റം എല്ലാവരും ഇതാർക്കും വേണ്ട, എല്ലാവരും പോണ ഐറ്റം ഇതാണ് കരിക്കിൻ്റെ അവിടെ. എന്തായാലും അത് അടിപൊളിയായില്ലേ. നല്ല ചൂടെടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു കരിക്ക് കിട്ടി നല്ല രസമല്ലേ. അതുപോലെ ഞങ്ങളും കരിക്കൊക്കെ മേടിച്ച് കുടിച്ച് ഒരു സൈഡിൽ നിൽക്കുക. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇത് ഓപ്പണാന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ഇത്രയും കൂടിയും നല്ല വെയിൽ സമയമായി. അപ്പോൾ അത് ഹൽദിക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ബ്രൈഡും ഗ്രൂമും എല്ലാവരും വന്നു. ഹൽദിയൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ നല്ലൊരു ഭംഗിയാണ്. നീല കളറിൽ വെള്ളം, സ്വിമ്മിങ് പൂള്, അതിന്
ചുറ്റും നമുക്ക് സെറ്റപ്പ് ചെയ്തിരിക്കണ ഹൽദിക്കുള്ളത്. അതിന് നടുവിൽ നിന്ന് ബ്രൈഡും ഗ്രൂമും മഞ്ഞളുകൊണ്ട് കിടന്ന് മഞ്ഞളിൽ കുളിച്ചിരിക്കണം കേട്ടോ അവർ. ഞങ്ങൾ വെയിലത്തു നിന്ന് മാറി നിൽക്കുകയായിരുന്നു. വെയിൽ കൊള്ളാനേ പോയില്ല. കാരണം നാളെയാണല്ലോ കല്യാണം. അപ്പോൾ വെറുതെ എന്തിനാ കരിയാൻ പോകുന്നതെന്ന് വിചാരിച്ചു. ഇതാ അവർ രണ്ടും ഇരുന്നിട്ട് വെയിൽ കൊണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാദ്യം ഗ്രൂമിനെയാണ്, പിന്നെ ഇതാ ബ്രൈഡ് ഇവിടെ നിന്നിട്ട് ഇതാ ഫാനൊക്കെ കുടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇതാ ബ്രൈഡിന് തുടങ്ങി. വെയിലത്തിരുന്ന് മതിയായുണ്ട് കേട്ടോ അവർക്ക്. ഒരു സൺഗ്ലാസ് പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു ബ്രൈഡിൻ്റെ അറ്റയറൊക്കെ. നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു തരം ഹൽദി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഗ്രൂമ് നോർത്ത് ഇന്ത്യൻ ആണല്ലോ. അപ്പോൾ ബ്രൈഡും ഒരു നോർത്ത് ഇന്ത്യൻ ഗേൾ തന്നെയാണ്. അപ്പോൾ കൂടുതലും വളർന്നതും അതുപോലെ ജോലി ചെയ്യണതും എല്ലാം നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളും ഒരു നോർത്ത് ഇന്ത്യയാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സുമാണ് അവരുടെ. നിറയെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിലൊരു ഹിന്ദി ടച്ചുള്ള ഒരു ഹൽദി. ഡ്രസ്സിങ്ങും അങ്ങനെ തന്നെയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ടുപേരും ഡ്രസ്സ് കാണാൻ കേട്ടോ. അപ്പോൾ ഹൽദി ചടങ്ങുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എത്ര നേരം വെയിലത്തിരുന്നാലും മുഖത്ത് ഒരു വെയിൽ കൊള്ളണ ഒരു ടെൻഷനോ ഒന്നുമില്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവർ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡിൻ്റെ കൗണ്ടർ ഓപ്പണായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പിന്നെ അങ്ങോട്ടേക്കായി പോയിട്ടാണ്. ഫുഡെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. സാലഡുകളുടെ മാത്രം മെയിൻ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. പിന്നെ തൈര് സാദം, അങ്ങനെ അടിപൊളിയായിരുന്നു ഫുഡ് കേട്ടോ. പ്ലേറ്റൊക്കെ എടുത്ത് സെറ്റായി. അപ്പോൾ ഹൽദിയുടെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഉണ്ട് കേട്ടോ. അപ്പോൾ നോൺ വെജിറ്റേറിയനാണ് നമ്മളെടുത്തത്. പിന്നെ വെജിറ്റേറിയൻ നീലണ്ണൊക്കെ വെജിറ്റേറിയൻ കഴിച്ചു, തൈര് സാദം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ നോൺ വെജിറ്റേറിയനാണ് കഴിച്ചത്. ചപ്പാത്തി, അതുപോലെ നൂലപ്പം, പിന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, മട്ടൻ കറി, അങ്ങനെ. ഫുഡൊക്കെ എന്തായാലും നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. നോർത്ത് ഇന്ത്യക്കാർക്കും നമുക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പായിരുന്നു അത് കണ്ടത്. ചിക്കൻ കൊണ്ടാട്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തൈര് സാദം കണ്ടു. തൈര് സാദം അപ്പം മേടിക്കാനൊന്നുമില്ല കേട്ടോ. നോൺ വെജിൻ്റെ കൂടെ എന്തിനാ വൃത്തികേടാക്കണമെന്ന് വെച്ചിട്ട് മേടിക്കാനൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഹൽദി ചടങ്ങ് കാണാൻ വന്നു. അപ്പോൾ ഇതാ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫാമിലി തമ്മിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് സുബ്രനും ഇലാണ്ണും കൂടി പോയി വടംവലിക്ക് റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂമിൻ്റെ ആൾക്കാർ കുറവായിരുന്നു, ബ്രൈഡിനാണല്ലോ കൂടുതൽ. അപ്പോൾ ഗ്രൂമിൻ്റെ വീട് ഡൽഹിയാണേ. അപ്പോൾ അത് അടുത്ത ആഴ്ചയാണ് അവിടുത്തെ പരിപാടി. അപ്പോൾ ജയിച്ചത് ബ്രൈഡാണ്. അവർ പരമാവധി പിടിച്ച് വലിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ അതാ ബ്രൈഡ് ഓടിപ്പോയി അവരെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ജയിച്ചതിൻ്റെ. അവസാനം അവരുടെ ചെറിയ ചെറിയ കുട്ടി ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ചെന്നപ്പോൾ ഇവരുടെ തരം ഗെയിമുകളായിരുന്നു. ക്യാരംസും അതുപോലെ ചെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ കണ്ടോ അത്തിപ്പഴത്തിൻ്റെ മരം. നിറയെ അത്തിപ്പഴം കേട്ടോ. കുറേ താഴെ വീണെടുക്കുന്നുണ്ട്. അപ്പോൾ പഴുത്തതുണ്ട് നോക്കി, പഴുത്തതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി വന്നു തിരിച്ചു പോകാനുള്ളത്. അപ്പോൾ ഞങ്ങളിത് ആ വണ്ടിയിൽ കയറുകയാണ്. തൊട്ടപ്പുറത്താണ് കേട്ടോ നമ്മുടെ മറ്റേ റിസോർട്ട്, പക്ഷേ വണ്ടിയിലാണ് കൊണ്ടുപോകണം. തിരിച്ചു വന്നതും എന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കാമെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് ഒരുത്തം പോയി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. അവൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അത് കോയമ്പത്തൂർ ഫ്രണ്ടാണേ. വന്നപ്പോൾ തൊട്ടിട്ടുള്ള കൂട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി രാത്രി കാണാം.